ഇന്നിപ്പോ ഗ്രാമിന് 13,145 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. അതായത് ഒരു പവൻ സ്വർണത്തിന് മാത്രം 1,05,160 രൂപ ആവും. സ്വർണം ഒരു പവൻ വാങ്ങണമെങ്കിൽ 1,10,000 മുകളിലേക്ക് ഓരോ ജ്വല്ലറികളുടെയും ഓരോ മെയ്ഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത് 1, 10, 15 ഒക്കെ അടുത്തേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കും ഓരോ കടകളുടെ അനുസരിച്ച് വിലയിൽ വേരിയേഷൻ വരുന്നത്. പക്ഷേ ഈ ഒരു സ്വർണത്തിന് ഇങ്ങനെ ഉണ്ടായേക്കുന്ന വിലയിലെ വ്യത്യാസം ഇതൊരു വലിയ കുറവിന്റെ ലക്ഷണമൊന്നും ആയിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉയർന്ന വില ഏകദേശം 40 രൂപ അടുത്താണ് ഗ്രാമിന്. ഇന്നിപ്പോ കുറഞ്ഞേക്കുന്നത് ഗ്രാമിന് 20 രൂപയാണ്. അതൊരു പക്ഷേ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ തുടരുകയും ചെയ്യാം. ഇപ്പോ രാജ്യാന്തര തലത്തിൽ ഉണ്ടാകുന്ന സംഘർഷ സാധ്യതകളും അതിനെ മുൻനിർത്തി ആളുകൾ കൂടുതൽ ഒരു സുരക്ഷിത നിക്ഷേപം നിലയിൽ സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതുമാണ് ഈ സ്വർണ്ണവില ഇത്രയും കൂടി നിൽക്കുന്നതിനും ഇങ്ങനെ ഒരു വലിയ ഉയർന്ന തരത്തിൽ നിലനിൽക്കുന്നതിനും കാരണം. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന സംഭവങ്ങൾ, അതായത് ആരും തന്നെ വെനസ്വേല അമേരിക്ക സംഘർഷത്തെ പറ്റിയോ ഇപ്പൊ ഇറാനുമായി ഉണ്ടാകാൻ സാധ്യതയുള്ള സംഘർഷത്തെ പറ്റിയോ ഒന്നും പെട്ടെന്ന് ആരും വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ല. പെട്ടെന്ന് ഉണ്ടാകുന്ന ഓരോ ചേഞ്ചുകൾ, അത് എല്ലാ കാര്യങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് തന്റെ കീഴിലേക്ക് എത്തിക്കുക എന്നുള്ള തരത്തിലൊക്കെയുള്ള ചേഞ്ചസ് വരുമ്പോൾ അതിനെ മറ്റ് വികസിത രാജ്യങ്ങൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നതിനെയും കൂടി ആശ്രയിച്ചായിരിക്കും ഇനിയും മുന്നോട്ടുള്ള സ്വർണത്തിന്റെ കുതിപ്പ്. അമേരിക്കയ്ക്ക് കടിഞ്ഞാണിടാനായിട്ട് ഒരു സഖ്യശക്തിയായിട്ട് റഷ്യ ചൈനയൊക്കെ കൂടി ഒരു സഖ്യശക്തി രൂപപ്പെടുകയോ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മാർക്കറ്റുകളൊക്കെ തന്നെ വീണ്ടും ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയിൽ തുടരുന്നതിനാണ് സാധ്യത കാണുന്നത്. ഉടനടി ഒരു സഖ്യശക്തിയായി അവർക്കൊന്നും രംഗപ്രവേശം ചെയ്യാൻ സാധിക്കുമെന്നൊന്നും ഇപ്പോഴത്തെ ഇതനുസരിച്ച് പറയാനും സാധിക്കില്ല. അങ്ങനെ നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുന്നതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ ചെറിയ കുറവൊന്നും ആർക്കും ഒരു കച്ചവടം കൂടുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇത് വാങ്ങാനായിട്ട് ഇത് ഇനിയും കുറയുമെന്ന് ചിന്തിച്ചിരിക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ സ്വർണ്ണവില കൂടിയ ഒരു സാഹചര്യമായിരുന്നു. അതിനിടയ്ക്ക് ചെറിയൊരു ആശ്വാസം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ 600 രൂപയുടെ ഒരു കുറവ് അത് വന്നിരുന്നു. അത് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ചെറിയൊരു ആശ്വാസം തന്നെയായിരുന്നു ഇന്നലെ രാവിലെ വാങ്ങിയവർക്കൊക്കെ. ഇന്നിപ്പോഴിതാ ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ വില കൂടിയിരുന്നു. ഇന്നിപ്പോൾ നേരിയ തോതിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാഞ്ചാട്ടം അത് സ്വർണ്ണ വിപണിയെ എങ്ങനെയാണത് ബാധിക്കുന്നത്? കാരണം ഈ ജ്വല്ലറികളിലേക്കൊക്കെ ആളുകൾ സ്വർണം വാങ്ങാനായി എത്തുന്നുണ്ടോ? ആളുകൾ എൻക്വയറികളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഉണ്ടായിരുന്ന ബിസിനസിനെ അപേക്ഷിച്ച് വളരെ വലിയൊരു കുറവ് തന്നെയാണ് വ്യാപാരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വ്യാപാരം നടക്കുന്നതിന് കൂടുതൽ ആളുകൾ വിൽപ്പന എന്നുള്ള ചിന്തയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. കാരണം പണയം വെക്കാനായിട്ട് സ്വർണം പ്രധാനമായും മലയാളികൾ ചെയ്യുന്നത് ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് അതൊരു പണയമായി ബാങ്കിൽ എവിടെ വെക്കുക, പിന്നീട് പണമാകുമ്പോൾ തിരിച്ചെടുക്കുക എന്നുള്ള തരത്തിലായിരുന്നു ആളുകൾ ചിന്തിച്ചിരുന്നത്. ഇപ്പോ ബാങ്കുകളൊക്കെ മുൻകാലങ്ങളിൽ 75% വരെ സ്വർണ്ണവിലയുടെ വായ്പ നൽകിയിരുന്ന ബാങ്കുകളൊക്കെ ഇപ്പൊ 65% വരെയൊക്കെ വായ്പയായി പണം നൽകുന്നുള്ളൂ. അത് കാരണം അവരുടെ ഒരു പ്രശ്നമല്ല. ഈ വില പെട്ടെന്ന് ക്രമാതീതമായി താഴേക്ക് പതിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ അവർക്ക് ആ ബാങ്കുകൾക്കൊന്നും നഷ്ടമുണ്ടാവരുത് എന്നുള്ളൊരു കണക്കൂട്ടലാണ് അവരതങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഒരു ആള് പെട്ടെന്ന് പണമാക്കാനായിട്ട് ചെല്ലുമ്പോൾ 1 ലക്ഷം രൂപ മിച്ചമുള്ള ഒരു പവൻ വിറ്റാൽ 1 ലക്ഷത്തിന് മുകളിൽ വില ലഭിക്കുന്ന സ്ഥാനത്ത് അവർക്ക് 65,000 രൂപ അല്ലെങ്കിൽ 65,000-നും 70,000-നും ഇടയ്ക്കുള്ള രൂപ മാത്രമേ പണയം വെക്കുമ്പോൾ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം, കൂടുതൽ പണം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എല്ലാവരും തന്നെ ഇപ്പൊ വിൽക്കുക എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും സ്വർണം വീണ്ടും വില കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഇത് നമുക്ക് സംരക്ഷിച്ച് കയ്യിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് പണയമായോ അല്ലെങ്കിൽ ചില പ്രൈവറ്റ് ബാങ്കുകളൊക്കെ
ഓഡി സ്കീമുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്വർണം അവരിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തുക ലോക്കർ ഫെസിലിറ്റി പോലെ ഇതവിടെ ഇരിക്കും. കൂടുതൽ വെയിറ്റ് വെച്ചാലും അതിന് ചെറിയ നമ്മൾ എടുക്കുന്ന പണത്തിന് മാത്രം പലിശ ഈടാക്കിക്കൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ചില പുതിയ നവയുഗ ബാങ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഈ വിലയില് ഇങ്ങനൊരു ഇത് വരുമ്പോൾ ആളുകൾ വിൽപ്പന എന്നുള്ളൊരു ഇതുണ്ട്. വിൽപ്പന ആണ് ഇപ്പൊ കൂടുതൽ നടക്കുന്നത്. സ്വർണം വാങ്ങാൻ എത്തുന്ന ആളുകൾ താരതമ്യേന ജ്വല്ലറികളിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ തലേ ദിവസത്തെ വാർത്തകൾ അല്ലെങ്കിൽ ഈ ഒരു നിരക്കൊക്കെ ആയിരിക്കും അടുത്ത ദിവസം അല്ലെങ്കിൽ രാവിലെ ഇടുന്ന ഒരു സ്വർണ്ണവിലയൊക്കെ ആയിരിക്കും പത്രത്തിലൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു പത്രവാർത്തയൊക്കെ കണ്ട് സ്വർണം വാങ്ങാൻ എത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം വില കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു വിലയിലെ മാറ്റം? അത് ഏത് രീതിയിലായിരിക്കും വിപണി നടക്കുന്നത്? അതായത് ഇപ്പോ പണ്ട് കാലത്താണ് ഈ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങളൊക്കെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വർണ്ണവില തലേദിവസം വൈകിട്ട് വരുന്നു. ആ വിലയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ആ വില അനുസരിച്ചായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായി എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ രാവിലത്തെ ഗോൾഡ് റേറ്റ് വരുന്നു. അതിനുശേഷം വീണ്ടും തിരുത്തലുകൾ ഉണ്ടാകുന്നത്, തിരുത്തലുകൾ വരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റമുണ്ടായി. അത് കാലാനുസൃത മാറ്റമാണ്. നമ്മള് അപ്പോൾ തന്നെ പുതിയ വിലയിൽ ചേഞ്ച് ഉണ്ടായാൽ അത് ആളുകളെ അറിയിക്കുന്നതിന് ആയിട്ടുള്ള നമ്മൾ അപ്പം തന്നെ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ വഴി നമ്മൾ പുതിയ വില, ഇപ്പൊ ഉച്ചയ്ക്ക് വില ചേഞ്ച് ഉണ്ടായാൽ ആ ന്യൂസ്, ഓൺലൈൻ ന്യൂസുകൾ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെടുന്ന ചാനലുകളിലൊക്കെ നമ്മൾ അറിയിക്കാറുണ്ട്. അങ്ങനെ ഇത് ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഈ വിലയിലുള്ള വ്യത്യാസങ്ങൾ ഒരു ദിവസം തന്നെ ഒന്നിലധികമോ തവണയോ വ്യത്യാസം ഉണ്ടായാൽ അതപ്പം തന്നെ ജനങ്ങൾ അറിയത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഈ വിലയിൽ ഉണ്ടാകുന്ന ആശങ്കകളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ട് പോകാനായിട്ട് സാധിക്കുന്നുമുണ്ട്. രാവിലെ തന്നെ നമ്മൾ 10 മണിയോട് അടുത്ത സമയത്ത് വില വരുമ്പോൾ തന്നെ ആളുകളിലേക്ക് ഈ ന്യൂസ് എത്തിക്കാനായിട്ട്, വിവരം എത്തിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഒരു പരിധി വരെ വിജയമാണ്. ആളുകൾ അത് കണ്ട് മനസ്സിലാക്കി അത് വിലയിരുത്തിയാണ് സ്വർണം വാങ്ങാനായിട്ട് എത്തുന്നത്. ശരി, ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ സ്വർണം വാങ്ങാൻ എത്തുന്നവർ ഏത് രീതിയിലുള്ള ആഭരണങ്ങൾ തേടിയാണ് വരുന്നത്? നമുക്കറിയാം ഇപ്പോൾ 9 ക്യാരറ്റ് ഗോൾഡുകളൊക്കെ ഉണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല ഈ സ്വർണം മാത്രം തൂക്കി വാങ്ങാൻ അല്ലെങ്കിൽ സ്വർണം മാത്രം ഉള്ള ആഭരണങ്ങൾ വാങ്ങുന്നവരായിരിക്കും പലരും. ഇപ്പോൾ സ്റ്റോൺ വരുന്നത്, അതേപോലെ കല്ലുകൾ വരുന്ന തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ട്. അത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ അത് വലിയ നഷ്ടം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ എത്തുന്നത് ഇത്തരത്തിലുള്ള പ്ലെയിൻ ജ്വല്ലറി അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങാൻ തന്നെയാണോ? അതായത് അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ ജ്വല്ലറിക്കാരുടെ രീതി അനുസരിച്ച് ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. ചെറുകിടക്കാരായിട്ടുള്ള ആളുകൾ, നമ്മളെപ്പോലുള്ള ആളുകൾ വ്യാപാരം ചെയ്യുമ്പോൾ കൂടുതൽ കസ്റ്റമറുമായിട്ട് നല്ല ഡയറക്റ്റ് റിലേഷനാണ്. കാരണം വൻകിടക്കാരെന്ന് പറയുമ്പോൾ അവരുടെ മാനേജർമാര് അല്ലെങ്കിൽ സ്റ്റാഫുകളായിരിക്കും നേരിട്ട് ഒരു വരുന്ന കസ്റ്റമറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡയറക്ട്ലി എല്ലാ വരുന്ന കസ്റ്റമേഴ്സിനോട് പരമാവധി ഡയറക്ട്ലി അവരുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ അവരോട് നമ്മൾ കഴിവതും പറയാറുണ്ട്, ഇങ്ങനെ നിങ്ങൾ കൂടുതൽ സ്റ്റോൺസ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ സ്റ്റോണിന്റെ കുറവ് കഴിഞ്ഞിട്ടുള്ള ഇതേ വരുള്ളൂ. ചില ആഭരണങ്ങൾക്ക് നമുക്ക് സ്റ്റോണിന്റെ ചാർജസ് ഈടാക്കാറുണ്ട്. സ്റ്റോണിന്റെ കുറവ് വരാത്ത രീതിയിലുള്ള ആഭരണങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ആളുകൾ കൊടുക്കുന്നത്. കഴിവതും അത് ആളുകളെ മനസ്സിലാക്കി അവരെ സ്റ്റോൺ ഇല്ലാത്ത ആഭരണങ്ങൾ എടുക്കുന്നതിനാണ് നമ്മൾ പ്രോത്സാഹനം നൽകാറുള്ളത്. ഇപ്പൊ വരുന്ന ആളുകൾ കൂടുതലായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും കുറഞ്ഞ വെയിറ്റില് പൊലിമയുള്ളതും ഭംഗിയുള്ളതുമായ ആഭരണങ്ങളാണ് ആഗ്രഹിച്ചു വരുന്നത്. പിന്നെ 18 ക്യാരറ്റ് ആഭരണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. 18 ക്യാരറ്റ് ആഭരണങ്ങൾ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ആളുകൾക്ക് ചെറിയ വെയിറ്റ് ഉള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ 18 ക്യാരറ്റ് ആഭരണങ്ങളുടെ സംബന്ധിച്ചുള്ള പ്രശ്നം, ഇത് അത്യാവശ്യം അതിന്റെ പണിക്കൂലിയൊക്കെ ന്യായമായ രീതിയിലുള്ള കൂടുതലായിട്ടുള്ള പണിക്കൂലിയൊക്കെയാണ് അതിന് വരുന്നത്. അതുപോലെ തിരിച്ചു കൊടുക്കുമ്പോൾ 18 ക്യാരറ്റിന് അതിനനുസരിച്ചുള്ള വില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10,000 സംതിങ് രൂപ മാത്രമേ 18 ക്യാരറ്റ് ആഭരണത്തിന് വിലയുള്ളൂ. വിൽക്കുമ്പോൾ ആണെങ്കിലും അതും അതിനനുസരിച്ചുള്ള വിലയെ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വേരിയേഷൻ ഉള്ളത് കൊണ്ട് പല ആളുകളും, വ്യാപാരികളും അത് നൽകുന്നതിന് വിമുഖത കാണിക്കുന്നുമുണ്ട്. കാരണം തിരിച്ചു കൊടുക്കുമ്പോൾ 18 ക്യാരറ്റിന് ഇത്രേ വിലയുള്ളൂ എന്ന് പറയുമ്പോൾ
അതുവരെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമറുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക വ്യാപാരികൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്ക ആളുകളുടെ ഇടയ്ക്ക് നിലനിൽക്കുന്നത് കൊണ്ട് പിന്നെ ചെറുകിടക്കാരായിട്ടുള്ള ജ്വല്ലറികളിൽ 18 ക്യാരറ്റ് ആഭരണങ്ങൾ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന്റെ കാരണം ഇതാണ്, ഡയറക്റ്റ് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഈ ഒരു കാരണം അവർ തിരിച്ച് വിൽക്കാനായിട്ട് വരുമ്പോൾ ഈ വിലയിലെ കൂടുതലായിട്ടുള്ള ഇങ്ങനെ കുറയുന്നതിനെ പറ്റി അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളൊരു ആശങ്കയാണ് അതിനും നിലനിൽക്കുന്നത്. പക്ഷെ എപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ എപ്പോഴും 916 ആഭരണങ്ങൾ തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അത് വാങ്ങുമ്പോഴാണെങ്കിലും വിൽക്കുമ്പോഴാണെങ്കിലും വാങ്ങുമ്പോൾ പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഹോൾസെയിൽ വിലയൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിൽക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം ഉയർന്ന നല്ല മാർക്കറ്റ് വില നൽകുന്നുമുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും നല്ലത് നിലവിലെ സാഹചര്യത്തിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 916 ആഭരണങ്ങൾ തന്നെ വാങ്ങുന്നതാണ്. പിന്നെ ചെറിയ വെയിറ്റ് ഉള്ള ആഭരണങ്ങൾ സ്ഥിരം ഉപയോഗിക്കാനുള്ളതൊക്കെ 18 ക്യാരറ്റ് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ അതിന് പ്രശ്നം തിരിച്ചു കൊടുക്കുമ്പോൾ വലിയ തോതിലുള്ള കുറവ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വാങ്ങിയാൽ കുഴപ്പമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.